नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछले कक्षा में ईदगाह के बारे में, उसका ईदगाह जाने में क्या क्या लाभ होता है, क्या क्या घेरी था, इसके बारे में पढ़ा। यहाँ हामिद ने चिमटा घेरी था। ये चिमटे के बारे में यहाँ हामिद कहते हैं, ये चिमटे के सामने सभी खिलौने व्यर्थ है. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇതാണ്. ഓരോരുത്തരും വാങ്ങിച്ച ആ സാധനങ്ങളുമായിട്ട് അവിടെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവർ വാങ്ങിച്ച സാധനങ്ങളെ അവർ കമ്പയർ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഹാമിദ് പറയുന്നുണ്ട്, അതിൽ പറയുന്നത് എങ്ങനെയാണ്, അതായത് ചിമട്ട എന്ന് പറയുന്നത് വീട്ടിന് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനമാണ്. ഖിലൗനയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ അത് പൊട്ടി തകർന്നു പോകുന്ന പറയുന്നത്. എന്നാൽ ചിമട്ട അവിടെ വർഷം സേ ബനാ രഹേഗ, ബരസം സേ ബനാ രഹേഗ എന്ന് പറയുന്നുണ്ട്. അതായത് വർഷങ്ങളോളം അവിടെ നിലനിൽക്കുന്ന ഒന്നാണ് ചിമട്ട. इसका कारण क्या है? അതിൻ്റെ കാരണം എന്താ? ये लोहे से बना हुआ है, ये चिमटा लोहे से बना हुआ है, लेकिन ये सब खिलौने മിട്ടി സേ ബന ഹുവാ ഹെ. പക്ഷേ ഇവിടെ നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മണ്ണുകൊണ്ടാണ്, എന്നാൽ ചിമട്ട ലോഹം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മഹത്വം അവിടെ ഉണ്ടെന്ന് പറയുന്നത്. അവിടെ നമ്മുടെ അവസാനം മുഹമ്മദ്, നൂറ, മോസിൻ, സമ്മി ഇവർ 4 പേരും ഇവിടെ മുന്നിൽ നമ്മുടെ ഹാമിദ് ഒരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം എന്ത് ചെയ്യുന്നു? ചിമട്ട അവരുടെ കയ്യിൽ കൊടുക്കുന്നു, അവരുടെ കളിപ്പാട്ടങ്ങൾ ഹാമിദിനും കൊടുക്കുന്നു. അങ്ങനെ महमूद नूरे ये सभी अपने अपने खिलौने वहाँ पेश किए. അവരവരുടെ ആ കളിപ്പാട്ടങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചിമട്ട ഭാരി ഭാരി സേ സബ്ക്കെ हाथ में आया. महमूद, मोहसिन, सम्मी, नूरा ये सभी के हाथों में ये चिमटा बारी बारी में आया. ये कितने खूबसूरत खिलौने हैं. सब लोग कहते हैं, सब लड़के कहते हैं ये कितने खूबसूरत खिलौने हैं. അപ്പോൾ എല്ലാ കുട്ടികളും പറയുന്നത് എത്രയും മനോഹരമായിട്ടുള്ള ഒരു കളിപ്പാട്ടമാണിതെന്ന് പറയണം. അങ്ങനെ നമ്മൾ ചിമട്ട ഇവിടെ ഖിലൗനയായിട്ട് നമുക്ക് ഒരിക്കലും ബരാബരി നഹീം കരേഗ എന്നാണ് പറയുന്നത്. അതിനെ നമുക്ക് ഒരിക്കലും സമാനമായിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നത്. അവിടെ പറയുന്നുണ്ട് 3 പൈസോമേ, അതായത് 3 പൈസ കൊടുത്തിട്ടാണ് ഇവിടെ ചിമട്ട വാങ്ങിച്ചിരിക്കുന്നത്. ദുക്കാൻദാറിനെ 6 പൈസ കഹ, കടക്കാരൻ പറഞ്ഞത് 6 പൈസയാണ്. ലാസ്റ്റ് 5 പൈസ പറഞ്ഞു. അവസാനം ഹാമിദ് പറയണ 3 പൈസയ്ക്ക് ലേ ലോകെ എന്ന് പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവൻ്റെ കയ്യിൽ നമുക്ക് ഹാമിദ് കെ ജേബ് കേവൽ 3 പൈസേ ഹേ, കേവലം 3 പൈസ മാത്രം അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവൻ ആ 3 പൈസയും പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. കാരണം അത് അവന് കിട്ടില്ല എന്ന് കരുതി. പക്ഷേ കടക്കാരൻ എന്ത് ചെയ്തു? അവന് വിളിച്ച സാധനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പറയുന്നുണ്ട്, നമ്മുടെ ഹാമിദ് പറയുന്നുണ്ട്, ഈ ചിമട്ട എന്ന് പറയുന്നത് റൂസ്തമേ ഹിന്ദ് ഹേ എന്ന് പറയുന്നത്. റൂസ്തമേ ഹിന്ദ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും നായകനാണ്. ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത ഒന്നാണ് ഈ ചിമട്ട എന്ന് പറയുന്നത്. എവിടെ താഴ്ത്തിട്ടാലും പൊട്ടില്ല, അതല്ല വേറെ എന്തെങ്കിലും ചെയ്താലും അത് തകരില്ല എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ 3 പൈസ 4 പൈസയൊക്കെ ചിലവഴിച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പക്ഷേ കോയി കാം കി ചീസ് നലേ സഖേ, അവർ എന്തെങ്കിലും വീട്ടിന് ഉപയോഗപ്രദമായിട്ടുള്ള സാധനമല്ല അവർ വാങ്ങിച്ചതെന്ന് പറയുന്നത്. പക്ഷേ ഹാമിദാണെങ്കിലോ അവനെ 3 പൈസേമേ രംഗ് ജമാലിയാ ഹേ, 3 പൈസ കൊണ്ട് 3 പൈസയ്ക്ക് നിറം കൊടുത്തു എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ഖിലൗന വാങ്ങിച്ചിട്ട് അതിൽ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചിമട്ട എന്ന് പറയുന്നതാണ് വാങ്ങിക്കുന്നത്. ലാസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, ഹാമിദ് कहता है ये चिमटा रुस्तमे हिंद है और सभी खिलौनों का बादशाह है. എല്ലാ കളിപ്പാട്ടങ്ങളുടെയും മുകളിലാണ് സ്ഥാനം, എല്ലാ കളിപ്പാട്ടങ്ങളുടെയും ചക്രവർത്തിയായിട്ടാണ് അവിടെ പറയുന്നത്.
ഖിലൗനോം കാ ബാദശാഹി ചിംട്ട. പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് സബി ഖിലൗനോം കാ ബാദശാഹി ചിംട്ട. ഇവിടെ ചിംട്ട എന്ന് പറയുന്നത് എല്ലാ കളിപ്പാട്ടങ്ങളിലും അപ്പുറത്താണ്, അതിൻ്റെ മുകളിൽ ചക്രവർത്തിയായിട്ടാണ് നമ്മുടെ ചിംട്ട ഇരിക്കുന്നതെന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ രാസ്തേമേ മഹമ്മൂദ് കോ ഭൂഖ് ലഗി. തിരിച്ചു വരുന്ന വഴിയിൽ മഹമ്മൂദിന് വിശക്കാൻ തുടങ്ങി. ഉസ്കെ ബാപ്നെ കേലെ ഖാനെ കൊതിയ. അപ്പോൾ അവൻ്റെ അച്ഛൻ പഴം തിന്നാനായിട്ട് കൊടുത്തു. ഉസ്കെ ബാപ്നെ കേലെ ഖാനെ കൊതിയെ. കേലെ എന്ന് പറഞ്ഞാൽ വാഴപ്പഴം. മഹമ്മൂദിനെ കേവൽ ഹാമിദ് കോ സാച്ചി ബനായ. സാച്ചി എന്ന് പറഞ്ഞാൽ ഷെയർ കൊടുക്കുക, പങ്കാളി എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ പഴം തിന്നാൻ കൊടുത്തപ്പോൾ നമ്മുടെ മഹമ്മൂദ് ഹാമിദിനെ മാത്രമാണ് കൂടെ കൂട്ടിയുള്ളതെന്ന് പറയുന്നത്. പഴം തിന്നാനായിട്ട് കൂടെ കൂട്ടിയത് അല്ലെങ്കിൽ അതിൻ്റെ പങ്കാളിയാക്കിയത് ഹാമിദിനെ മാത്രമെന്ന് പറയുന്നത്. ബാക്കി കൂട്ടുള്ളവരൊന്നും കൂടെ കൂട്ടിയില്ല എന്ന് പറയുന്നത്. ഉസ്കെ അന്യമിത്ര മുഹത്താക്തേ രഹുകയും. അപ്പോൾ അവൻ്റെ മറ്റുള്ള കൂട്ടുകാരൊക്കെ ഇങ്ങനെ മുഖത്ത് നോക്കി അവർ ഇരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്കൊന്നും കൊടുക്കുന്നില്ല, ഹാമിദിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. യേ ഉസ് ചിംട്ടേക്ക പ്രസാദത്ത. അപ്പോൾ ഹാമിദിന് മാത്രമാണ് ഇതിൻ്റെ ഓഹരി കിട്ടിയുള്ളൂ. അപ്പോൾ പറയണേ ഇതാ ചിംട്ടയുടെ കഴിവാണ്, അല്ലെങ്കിൽ ചിംട്ടയുടെ അതിന് പ്രസാദിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷം കൊണ്ടാണ് ഹാമിദിന് മാത്രം അവിടെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ തോന്നുകയാണ് നമ്മുടെ ഹാമിദ് വാങ്ങിച്ചതാണ് ഏറ്റവും നല്ല ഖിലൗന എന്ന്, കളിപ്പാട്ടം എന്ന് എല്ലാവർക്കും തോന്നണം. കാരണം അത് ഒരിക്കലും നശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 11 ബജെ സാരേ ഗാവുമേം ഹൽചൽ മച്ച് ഗയി. അങ്ങനെ 11 മണിയായി സമയം. ആ ഗ്രാമത്തിൽ മുഴുവൻ ഭയങ്കര ആഘോഷത്തിൻ്റേതായിട്ടുള്ള കോലാഹലമാണ് അവിടെ നടക്കുന്നത്. മേളെ വാലയാകെ. മേളയ്ക്ക് ഉത്സവത്തിന് പോയവരൊക്കെ നിസ്കരിക്കാനായിട്ട് ഈദ്ഗാഹിൽ പോയവരൊക്കെ അവിടെ തിരിച്ചു വന്നു. ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് കുറേ ആളുകൾ പോയിട്ടുണ്ടായിരുന്നു, കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തിരിച്ചു വന്നു. മോസിൻ की छोटी बहन ने दौड़कर बिस्ती उसके हाथ से छीन लिया और मारे गुशी की उछली तो मियाँ बिस्ती नीचे आ रहे और सुरलोक सितारे. അങ്ങനെ മോസിൻ की छोटी बहन, മോസിൻ്റെ ഇളയ സഹോദരി ഓടി വന്നിട്ട്, മോസിൻ വാങ്ങിച്ചത് ബിസ്തി ആയിരുന്നു. ബിസ്തി എന്ന് നമ്മൾ പറഞ്ഞ വെള്ളം ചുമക്കുന്ന ആളാണ് ബിസ്തി എന്ന് പറയുന്നത്. എൻ്റെ പുറത്ത് തുകൽ സഞ്ചിയുണ്ട്, അതായത് വെള്ളം നിറയ്ക്കാനുള്ള ഒരു പാത്രമുണ്ട്, തുകലുകൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ആ സാധനമായിട്ടാണ് നമ്മുടെ മോസിൻ വരുന്നത്. ഇത് കണ്ട വശം മോസിൻ്റെ സഹോദരി ഓടി വന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഉസ്കെ ഹാത്ത് സെ ചീൻ ലിയ. ബിസ്തി അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. അവർ മാരെ ഗുഷിക്ക് ഉച്ചലി. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടാണ്. ഗുഷിക്ക് മാരെ ഗുഷിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടെ, അത്യധികം സന്തോഷത്തോടെ ഉച്ചലി തുള്ളിച്ചാടുന്ന ചെറിയ കുട്ടിയാണ്. തോ മിയാം ബിസ്തി നീച്ചെ ആരഹി. മിയാം നമ്മൾ പറഞ്ഞു റെസ്പെക്റ്റ് കൊടുത്തിട്ട് നമ്മൾ മുസ്ലിംസ് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് മിയാം എന്നുള്ളത്, മാന്യൻ എന്നുള്ള അർത്ഥത്തിൽ. മിയാം ബിസ്തി നീച്ചെ ആരഹി. അപ്പോൾ സഹോദരി ഓടി വന്ന് തട്ടിപ്പറിച്ചപ്പോൾ എന്തുണ്ടായത്? അത് അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണു. അവർ സുരലോക സിതാരെ. അങ്ങനെ സ്വർഗ്ഗലോകം പ്രാപിച്ചു. സുർലോകം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗലോകം. അതായത് ബിസ്തിയുടെ പണി കഴിഞ്ഞു, ബിസ്തി താഴെ വീണ് ഉടഞ്ഞ് തവിടുപൊടി എന്ന് പറയുന്നത്. ഇസ് പർ ബായി ബഹൻമേ മാർ പീട്ട് ഹുയി. അപ്പോൾ ഈ കാരണത്തിൽ, അതായത് മോസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബിസ്തി ഓടി വന്ന് സഹോദരി തട്ടിപ്പറിച്ചു, അത് കയ്യിൽ നിന്ന് താഴെ വീണു, അതിൻ്റെ പണി കഴിഞ്ഞു. അങ്ങനെ സഹോദരി തമ്മിൽ മാർപ്പീട്ട്, അടിപിടി ഉണ്ടായി. മാർപ്പീട്ട് എന്ന് പറഞ്ഞാൽ അടിപിടി. ദോനോ ഖൂബ്രോയെ, രണ്ടുപേരും തല്ലുകൂടി വഴക്കുകൂടി അടിയായി. അവസാനം രണ്ടുപേരും കരഞ്ഞു. ഉൻകി അമ്മ യേശോർ സുൻകർ ബിഗടി और दोनों के ऊपर से दो चांडे और लगाई. ഇത് അമ്മ ഇവരുടെ ബഹളം കേട്ട്, അടിപിടി കൂടുന്ന ശബ്ദം കേട്ട് യേശോർ സുൻകർ അവരുടെ ബഹളം കേട്ടിട്ട് ബിഗടി ദേഷ്യപ്പെടുക. ബിഗടി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക. ആ ദോനം കോ ഊപ്പർ സേ ദോ ചാണ്ടേ അവർ ലഗായേ. ദോ ചാണ്ടേ എന്ന് പറഞ്ഞാൽ ഈ രണ്ടടി. അങ്ങനെ രണ്ട് പേർക്കും ഈ രണ്ടടിയും കൊടുത്തു. അപ്പോൾ കളിക്കുന്ന സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നു. ആ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് സാധനം വീട്ടിലെത്തിയതും അതിൻ്റെ പണി കഴിഞ്ഞു. അങ്ങനെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ സഹോദരനും സഹോദരൻ തമ്മിൽ അടിപിടി കൂടി വഴക്കായി. ഇത് ബഹളം കേട്ട് അമ്മ വരുന്നു. അമ്മ രണ്ടുപേർക്ക് ഈ രണ്ട് അടിയും കൊടുത്തു. ദോ ചാണ്ടി എന്ന് പറഞ്ഞാൽ അടി, ദോ എന്ന് പറഞ്ഞാൽ ഈ രണ്ടടി. മിയ നൂരയ്ക്ക്
वकील का अंत उसकी प्रतिष्ठानुकूल इससे ज़्यादा गौरवमय हुआ. ഇനി നമ്മുടെ നൂറ വാങ്ങിച്ചത് വക്കീലാണെന്ന്, വക്കീലിനോടായിരുന്നു വളരെ സ്നേഹം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീലിൻ്റെ കയ്യിൽ നമ്മൾ പറഞ്ഞ നിയമപുസ്തകം കയ്യിലുണ്ട്, കറുത്ത കോട്ടിട്ടുണ്ട്, നീളമുള്ള കുർത്തിയിട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ അതിൽ പോക്കറ്റിൻ്റെ ഉള്ളിൽ വാച്ചുണ്ട്, ഗോൾഡൻ ചങ്ങലയോട് കൂടിയ ചെയിനോട് കൂടിയ വാച്ച്, ഒരു കയ്യിൽ നിയമപുസ്തകം, അങ്ങനെയൊക്കെ നമ്മൾ വക്കീലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നൂറയ്ക്ക് വക്കീൽക്ക അന്ത്, ഇനി നൂറയുടെ കയ്യിലുണ്ടായിരുന്ന വക്കീലിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഉസ്കി പ്രതിഷ്ഠാനുകൂൽ ഇസ്സേ ജ്യാദാ ഗൗരവമയ് ഹുവ, ഒന്നുകൂടി വളരെയധികം റെസ്പെക്റ്റോടു കൂടി ഇതിനേക്കാളും അഭിമാനത്തോടു കൂടിയാണ് നടന്നതെന്ന് പറയുന്നത്. എങ്ങനെയുണ്ടായെന്ന് നോക്കാം. വക്കീൽ ജമീൻ പർ യാ താക് പർ തോ നഹീം ബൈഠ് സക്ത, നമ്മുടെ വക്കീലാണെങ്കിൽ നിലത്തിരിക്കില്ല. യാ താക് പർ തോ നഹീം ബൈഠ് സക്ത, അപ്പോൾ നിലത്തിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, എപ്പോഴും ഒബ്സർവേഷനിൽ അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം ഒത്തിരി റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് വക്കീലെന്ന് പറയുന്നത്. ഇപ്പോൾ താഴെ തറയിലൊന്നും ഇരിക്കില്ല. ഉസ്കി മര്യാദക്ക് വിചാർത്തോ രഖ്ന ഹി ഹോഗ, അപ്പോൾ വക്കീലിന് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. ദീവാർ മേ ദോ ഘൂട്ടിയ ഗാഡി ഗി, ഗൂട്ടിയ എന്ന് പറഞ്ഞാൽ കുറ്റി, അതായത് ദീവാർമ എന്ന് പറഞ്ഞാൽ ചുമരിൻ്റെ മുകളിൽ ദോ ഗൂട്ടിയ ഗാഡി ഗി, ഗാഡി എന്ന് പറഞ്ഞാൽ അടിക്കുക, അതായത് 2 കുറ്റി അടിച്ചു എന്ന്, നമ്മൾ ആണി അടിച്ച് കയറ്റില്ല അതുപോലെ 2 കുറ്റി അടിച്ചു. ഉൻ പർ ലക്കടി കായൊക്കെ പട്ടര രഖാ ഗയ, അപ്പോൾ ചുമരമ്മ ആണി അടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറ്റി അല്ലെങ്കിൽ ആണി അടിച്ചിട്ട് അവിടെ ലക്കടി കായൊക്കെ പട്ടര, മരം കൊണ്ടുള്ള ഒരു റെയിൽ, ഈ വക്കീലിനെ വെക്കാൻ വേണ്ടിയിട്ട് മരം കൊണ്ടുള്ള ഒരു റെയിൽ, പട്ടര എന്ന് പറഞ്ഞാൽ റെയിൽ രഖാ ഗയ. അപ്പോൾ ഈ കുറ്റി അടിച്ചിട്ട് കുറ്റിയുടെ മുകളിൽ ഒരു റെയിൽ വയ്ക്കുകയാണ് മരം കൊണ്ടുള്ളത്. പട്ടരെ പർ കാഗസ് കാ കാലീൻ ബിഛായ ഗയ, ഇനി ഈ റെയിലിൻ്റെ മുകളിൽ, ആ ചുമരിൻ്റെ മുകളിൽ അടിച്ച് കയറ്റി അതിൻ്റെ മുകളിൽ ഒരു റെയിൽ വെച്ച് അതിൻ്റെ മുകളിൽ കടലാസ്, കറുത്ത കടലാസ് ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്, ബിഛായ ഗയ വിരിച്ചിട്ടുണ്ട്. കാഗസ് കാ കാലീൻ ബിഛായ ഗയ. വക്കീൽ സാഹബ് രാജാ ഭോജ് കി ബാന്തി സിംഹാസൻ പർ വിരാജെ, അപ്പോൾ നമ്മുടെ വക്കീൽ സാഹബ് എങ്ങനെയിരിക്കണമെന്ന് പറയുന്നത്, ഭോജരാജാവിനെ പോലെ, രാജാ ഭോജ് കി തര, ഭോജരാജാവിനെ പോലെ സിംഹാസൻ പർ വിരാജെ, സിംഹാസനത്തിലാണ് കയറിയിരിക്കുന്നത്, നിലത്തൊന്നല്ല, കുറച്ച് ഉയരത്തിൽ ആണിയൊക്കെ അടിച്ച് അല്ലെങ്കിൽ കുറ്റിയടിച്ച് അതിൻ്റെ മുകളിൽ പലക വെച്ച് ആ പലകയുടെ മുകളിലാണ് കറുത്ത തുണി കടലാസൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിലാണ് ഭോജരാജാവിനെ പോലെയാണ്, സിംഹാസനത്തിലിരിക്കുന്നത് പോലെയാണ് നമ്മുടെ വക്കീലിനവിടെ കയറ്റി വയ്ക്കുന്നത്. സിംഹാസൻ പർ വിരാജെ, അപ്പോൾ ഭോജരാജാവിനെ പോലെ സിംഹാസനത്തിലാണ് അവിടെ ശോഭിക്കുന്നത്, വിരാജ് എന്നാണ് ശോഭിക്കുക. നൂറേനെ ഉനെ പങ്ക ജലന ശുരുക്കിയ, നൂറ എന്ത് ചെയ്തു, വക്കീൽ ഉയരത്തിലാണ് ഇരിക്കുന്നത്, സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്, വക്കീലിനെ കാറ്റ് കൊള്ളണം, കാറ്റ് കൊള്ളാനായിട്ട് പങ്ക ജലന ശുരുക്കിയ, ഇപ്പോൾ അവിടെ ഫാൻ, പങ്ക എന്ന് പറഞ്ഞാൽ ഫാനാണ്, ഫാൻ കറക്കാനായിട്ട് തുടങ്ങി. പങ്ക ജല്ല എന്ന് പറഞ്ഞാൽ കാറ്റ് വീശുക അല്ലെങ്കിൽ ഫാൻ കറക്കുക എന്നുള്ള അർത്ഥം. അദാലത്തോ മേ ഗസ്കി ടട്ടിയ ഓർ ബിജ്ലിക്ക് പങ്കരത്തെ ഹേ, അദാലത്ത് എന്ന് പറഞ്ഞാൽ കോടതിയിൽ എന്താണെന്ന് പറയുന്നത്, ഗസ്കി ടട്ടിയ, അതായത് രാമച്ചം കൊണ്ടുള്ള മറ, ടട്ടിയ എന്ന് പറഞ്ഞാൽ ഫെൻസ്, വേലി, മറ എന്നുള്ള അർത്ഥം. ഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമച്ചം. അപ്പോൾ കോടതിയിലൊക്കെ ആണെങ്കിൽ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, രാമച്ചം കൊണ്ടുള്ള ഫെൻസ്, മറ അല്ലെങ്കിൽ വേലിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മറവുണ്ട്. അവർ ബിജ്ലിക്ക് പങ്കരത്തേക്ക്, അവിടെയുള്ളത് എന്തിൻ്റെയാണ്, ബിജ്ലിക്ക് പങ്ക്, വൈദ്യുതി കൊണ്ട് കറങ്ങുന്ന ഫാനുകളാണ്. ബിജ്ലിക്ക് പങ്കരത്തേക്ക്, അപ്പോൾ കറണ്ട് കൊണ്ട് കറങ്ങുന്ന ഫാനാണ് നമ്മുടെ കോടതിയിലൊക്കെ ഉള്ളത്. ക്യാ യഹാ മാമൂലി പങ്കാബി നഹോ, പക്ഷേ ഇവിടെ മാമൂലി പങ്കാബി, അതായത് സാധാരണ നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഫാൻ പോലും ഇല്ല നമ്മുടെ നൂറയുടെ അവിടെ. കാനൂൻ കി ഗർമി ദിമാഗ് പർ ചഡ് ജായേഗി കി നഹീം, അപ്പോൾ നിയമമൊക്കെ പഠിച്ച് നിയമത്തിൻ്റേതായിട്ടുള്ള ചൂടൊക്കെ ഇങ്ങനെ തലയിൽ മസ്തിഷ്കത്തിലിങ്ങനെ കയറിയിരിക്കല്ലേ, അപ്പോൾ ഒന്ന് തണുപ്പിക്കാനായിട്ടാണ് നമ്മൾ ഫാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിയമമൊക്കെ പഠിച്ച് തല ചൂട് പിടിച്ചിരിക്കുന്ന സമയമാണ്. ബാംസ് കാ പങ്ക ആയവർ നൂറെ ഹവ കർണലക, അപ്പോൾ വൈദ്യുതി കൊണ്ടുള്ള ഇതാണ് കോടതിയിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ല. പക്ഷേ തല ചൂട് പിടിച്ചിരിക്കുന്ന വക്കീലിന് കാറ്റ് കൊള്ളാനായിട്ട് ബാംസ് കാ പങ്ക, ബാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള കൊണ്ടുള്ളതാണ്, മുള കൊണ്ടുള്ള പങ്ക കൊണ്ടുവന്നു. അവർ നൂറ ഹവ കർണലക, അങ്ങനെ നൂറ
വക്കീലിന് കാറ്റ് കൊടുക്കാനായിട്ട് തുടങ്ങി. ആ ഫാൻ കറങ്ങാനായിട്ട് തുടങ്ങി. മാലു നഹി पंखे की हवा से या पंखे की चोट से वकील साहब स्वर्गलोक से मृत्युलोक में आ रहे और उनका माटी का चोला माटी में मिल गया. എന്തുണ്ടായത്? മാലു നഹി എന്താണെന്നറിയില്ല. പങ്കേക്ക് ഹവാസേ, ഈ കാറ്റിൻ്റെ, അതായത് ഫാനിൻ്റെ കാറ്റിനാൽ, പങ്കേക്ക് ഹവാസ എന്നാണ് ഫാനിൻ്റെ കാറ്റിനാൽ, ഈ ആ പങ്കേക്ക് ചോട്ട്സേ, അല്ലെങ്കിൽ ഈ ഫാൻ കറങ്ങുന്നതിൻ്റെ ആ ആഘാതമേറ്റിട്ട്, ചോട്ടെന്ന് പറഞ്ഞാൽ ആഘാതം, അല്ലെങ്കിൽ അതിൻ്റെ പ്രഹരമേറ്റിട്ട്, ആ ഫാനിൻ്റെ ശക്തി കൊണ്ട് വക്കീൽ സാഹബ് സ്വർഗലോകസെ മൃത്യുലോകമേ ആരഹേ, വക്കീൽ സാഹബ് സ്വർഗലോകത്തിരുന്നിരുന്ന ആൾ, ഏറ്റവും മുകളിൽ ഉയരത്തിൽ കയറിയിരുന്ന സിംഹാസനത്തിലിരുന്നിരുന്ന ആൾ മൃത്യു ലോകമേ ആരഹേ, എവിടേക്കെത്തി? മൃത്യുലോകത്തിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അതായത് കാറ്റിൻ്റെ ശക്തി കൊണ്ട് വക്കീൽ സാഹബ് ആ ചുമരിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് എന്തായെന്ന് പറയുന്നത്, ഉൻകാ മാട്ടിക്ക ചോല മാട്ടി മേ മിൽ ഗയാ. മാട്ടി എന്ന് പറഞ്ഞാൽ മിട്ടി, മണ്ണുകൊണ്ട്, മാട്ടി എന്ന് പറഞ്ഞാൽ മിട്ടി, മാട്ടിക്ക ചോല, അതായത് മണ്ണുകൊണ്ടുള്ള ശരീരം മാട്ടി മേ മിൽ ഗയ, മണ്ണിൽ തന്നെ ഇല്ലാതെയായി, അലിഞ്ഞു ചേർന്നു. അപ്പോൾ ഇവിടെ വക്കീൽ സാഹബിൻ്റെയും പണി തീരാണ്. അപ്പോൾ ബിസ്തിയുടെ പണി ആദ്യം തീർന്നു. മോസീനും മോസീൻ്റെ അനീത്തിയും തമ്മിലുള്ള സഹോദരിയും തമ്മിലുള്ള തട്ടിപ്പറക്കലിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പണി അപ്പോഴേ തീർന്നു. വക്കീലിൻ്റെ പണി, വക്കീലിന് കാറ്റുകൊള്ള നിയമഗ്രന്ഥമൊക്കെ പഠിച്ച് വളരെ ക്ഷീണിച്ച് വന്നിരിക്കുന്ന വക്കീലിന് കാറ്റുകൊള്ളാനായിട്ട് മുള കൊണ്ടുള്ള ഫാനാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ ശക്തിയാൽ, ആ കാറ്റിൻ്റെ ശക്തിയാൽ, അല്ലെങ്കിൽ ആ ഫാനിൻ്റെ ആഘാതമേറ്റിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അടിയേറ്റിട്ട് വക്കീൽ സാഹബ് നേരെ മൃത്യുലോകത്തിലേക്ക് ചെന്നു. അങ്ങനെ ആ മണ്ണ് കൊണ്ടുള്ള ശരീരം മണ്ണിൽ തന്നെ ചെന്നു ചേർന്നു. फिर बड़े ज़ोर ज़ोर से मातम हुआ और वकील साहब की अस्थियाँ गूर पर डाल दी गई. എന്തുണ്ടായത്? വക്കീൽ സാഹബ്ക്ക് ഇവിടെ പറയണേ, ഫിർ ബഡേ ജോർ ജോർ സേ, വളരെ ഉറക്കെ ശക്തമായിട്ട്, മാത്തം ഹുവ, കരഞ്ഞു, ആകെ കരഞ്ഞ് നിലവിളിച്ചു എന്ന് പറയുന്നത്. അവർ വക്കീൽ സാഹബ്ക്ക് അസ്ഥിയ, അങ്ങനെ വക്കീൽ സാഹബിൻ്റെ അസ്ഥികളൊക്കെ, വക്കീൽ സാറിൻ്റെ അസ്ഥിയൊക്കെ ഗൂർ പർ ഡാൽ ദി ഗയി, എവിടെ ഇട്ടു? വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ വക്കീലിൻ്റെ പണിയും കഴിഞ്ഞു, മുകളിൽ നിന്ന് താഴെ വീണു, മണ്ണുകൊണ്ടുള്ളതായിരുന്നു, അതുപോലെ തന്നെ തകർന്നു പോയി, നേരെ കൊണ്ടുപോയി വേസ്റ്റിൽ കൊണ്ടുപോയി ഇട്ടു. അതാണ് വക്കീലിൻ്റെ അവസ്ഥ. അപ്പോൾ രണ്ടുപേരും പോയി. അബ്രഹ മഹമ്മൂദ് ക സിപ്പാഹി, ഇനിയുള്ളത് ആരാണ്? മഹമ്മൂദിൻ്റെ സിപ്പാഹിയാണ് അല്ലേ? കാവൽ നിൽക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സിപ്പാഹി. നമ്മൾ പറഞ്ഞു ചുവന്ന തൊപ്പിയുണ്ട് തലയിൽ, അതുപോലെ തന്നെ ഷോൾഡറിൽ തോക്കുണ്ട്, ഇങ്ങനെയുള്ള ഒരു കാക്കി യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് സിപ്പാഹി. അപ്പോൾ മഹമ്മൂദ് വാങ്ങിച്ചത് സിപ്പാഹിയാണ്. അബ്രഹാം മഹമ്മൂദ് ക സിപ്പാഹി, ഇനിയിപ്പോൾ ഉള്ളത് മഹമ്മൂദിൻ്റെ സിപ്പാഹി മാത്രമാണ്. ഉസേ ചട്പട്ട് ഗാവ് കാ പഹര ദേനെ കാ ചാർജ് മിൽ ഗയ. ചട്പട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. അപ്പോൾ വീട്ടിലെത്തിയതും ചട്പട്ട് എന്ന് പറഞ്ഞാൽ ജൽദി, അല്ലെങ്കിൽ തുരന്ത്, പെട്ടെന്ന്. ഗാവ് കാ പഹര ദേനെ കാ ചാർജ്, അതായത് ഗ്രാമത്തിന് കാവൽ നിൽക്കാനുള്ള, പഹരാദേന എന്ന് പറഞ്ഞാൽ കാവൽ നിൽക്കാനുള്ള ചാർജ് കിട്ടി. लेकिन पुलिस का सिपाही कोई साधारण व्यक्ति तो था नहीं जो अपने पैरों चले. ഇപ്പോൾ ഈ പോലീസിൻ്റെ സിപ്പാഹിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോയി സാധാരണ വ്യക്തി തോതാ, അവർ സാധാരണ വ്യക്തികളാണെന്ന് പറയുന്നത്. പോലീസ് കോൺസ്റ്റബിൾമാർ, സിപ്പാഹി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റബിൾ അല്ലെങ്കിൽ സോൾജർ എന്നുള്ള അർത്ഥമാണ്. അവർ സാധാരണ വ്യക്തികളായിരുന്നു. ജോ അപ്പനെ പൈരോൻ ചലെ, അവർ പോയിരുന്നത്, അവർ കാലുകൊണ്ട് നടന്നിട്ടാണ് പോയിരുന്നത്. അപ്പോൾ സാധാരണ പോലീസ് കോൺസ്റ്റബിൾമാരൊക്കെ അങ്ങനെ ചെയ്യുക, കാലുകൊണ്ട് നടന്നിട്ടാണ് പോകുന്നത്. പക്ഷേ പാല കീപ്പർ ചലേക, പക്ഷേ നമ്മുടെ സിപ്പാഹി പോകുന്നത് എങ്ങനെയാണ്? പാല കീപ്പർ ചലേക, പാലക്കി എന്ന് പറഞ്ഞാൽ പല്ലക്കിലാണ് പോണെന്ന്. ഏക്ക് ടോക്കറിയായി ഉസ്മേ കുച്ച് ലാൽ രംഗ് കെ ഫട്ടേ പുരാനെ ചിത്തടെ ബിഛായെ ഗയെ ജിസ്മേ സിപ്പാഹി സാഹബ് ആരാം സെ ലേട്ടെ. അങ്ങനെ ഏക്ക് ടോക്കറിയായി, ഇപ്പോൾ പല്ലക്കിൽ ഹം സിപ്പാഹി മഹമ്മൂദ് കി സിപ്പാഹി പാലക്കി പർ ചലേക എന്ന് പറയുന്നത്. പാലക്കി എന്ന് പറഞ്ഞാൽ പല്ലക്ക്, മഞ്ചൽ എന്നൊക്കെ പറയും. അതിലാണ് പോകുന്നത്. ഏക്ക് ടോക്കറിയായി, അങ്ങനെ ഒരു കൊട്ട കൊണ്ടുവന്നു. ഉസ്മേ കുച്ച് ലാൽ രംഗ് കെ ഫട്ടേ പുരാനെ ചിത്തടെ ബിഛായെ ഗയെ. ആ കൊട്ടയുടെ ഉള്ളിൽ കുറച്ച് ചുവപ്പ് നിറത്തിലുള്ള ഫട്ടേ പുരാനെ, പഴന്തുണി എന്ന് പറയും. ഫട്ടേ പുരാനെ, ഫട്ടേ എന്ന് പറഞ്ഞാൽ കീറിയ, പുരാനെ എന്ന് പറഞ്ഞാൽ പഴയ, പഴന്തുണി കീറത്തുണി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ പഴന്തുണി ഫട്ടേ പുരാനെ ചിത്തടെ, പഴന്തുണി എന്നുള്ള അർത്ഥം. ബിച്ചായകയെ വിരിച്ചിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കൊട്ട കൊണ്ടുവന്ന് ആ കൊട്ടയുടെ ഉള്ളിൽ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? കുറച്ച് കീറിയ പഴന്തുണിയൊക്കെ അതിൽ
ബിച്ചായ ഗയെ വിരിച്ചിട്ടു. ജിസ്മേ സിപ്പാഹി സാഹബ് ആരാം സെ ലേട്ടെ. ഇനി അതിലാണ് നമ്മുടെ സിപ്പാഹി സാറ് വളരെ റെസ്റ്റോട് വളരെ സുഖത്തോടു കൂടി കിടക്കുന്നത്. അതിലാണ് ആരാം സെ ലേട്ടെ, വളരെ സ്വസ്ഥമായിട്ട് വളരെയധികം എന്താ പറയുക സുഖത്തോടു കൂടിയിട്ട് ആരാം സെ ലേട്ടെ അതിലാണ് കിടക്കുന്നത്, പല്ലക്കിൽ കിടക്കുന്നത് പോലെ. महमूद ने ये टोकरी उठाई और अपने द्वार का चक्कर लगाने लगे. അങ്ങനെ മഹമ്മൂദ് ഈ കൊട്ടയെടുത്തു, എന്നിട്ട് വീടിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് ഒന്ന് ചക്കർ ലഗാനയിലേക്ക് ഒന്ന് ചുറ്റിത്തിരിയാനായിട്ട് തുടങ്ങി. उनके दोनों छोटे भाई सिपाही की तरह से सोने वाले जागते रहो पुकारते चलते हैं. ആ സമയത്ത് മഹമ്മൂദിൻ്റെ ദോനോ ചോട്ടെ ഭായി, രണ്ട് ഇളയ സഹോദരന്മാർ ഈ സിപ്പാഹിയുടെ അടുത്തേക്ക് ചോനേവാലെ ജാഗ്തേ രഹോ, ഉണരൂ ഉണരൂ എന്ന് പറഞ്ഞിട്ട് പുക്കാർത്തെ ചലത്തെ ഹേ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. മഗർ രാത്ത് തോ അന്തേരി ഹി ഹോനി ചാഹിയേ. പക്ഷേ രാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുട്ടാണ്, ഇരുട്ടായിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ രണ്ടുപേരും ഓടി വരുന്നത്. മഹമ്മൂദ് കോ ടോക്കർ ലഗ് ജാത്തി ഹേ. അങ്ങനെ മഹമ്മൂദിൻ്റെ കാല് തട്ടുന്നു. രാത്രി സമയമാണ്, ഇരുട്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നടക്കുന്ന വഴി എന്തുണ്ടായത് ടോക്കർ ലഗ് ജാത്തി ഹേ, കാല് തട്ടി. टोकरी उसके हाथ से छूट कर गिर पड़ती है और मियाँ सिपाही अपनी बंदूक लिए ज़मीन पर आ जाते हैं और उनकी एक टांग में विगार आ जाता है. എന്തുണ്ടാവുന്നത്, അങ്ങനെ ടോക്കരി ഉസ്കെ ഹാത്ത് സേ, കയ്യിലുണ്ടായിരുന്ന കൊട്ട, അതായത് നമ്മൾ സിപ്പാഹിയെ വെച്ച കൊട്ട ഹാത്ത് സേ ചൂട്ട് കർ, കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു. ഗിർ പടുത്തി ഹേ, താഴെ വീഴുന്നു. और मियाँ सिपाही, നമ്മുടെ മനിനായി സിപ്പാഹി अपनी बंदूक लिए, ആ തോക്കോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ജമീൻ പർ ആ ജാത്തെ ഹേ, നിലത്ത് വീഴുന്നു. അവർ ഉൻക്ക് ഏക്ക് ടാങ്ക് മേ വികാർ ആ ജാത്ത ഹേ. വികാർ എന്ന് പറഞ്ഞാൽ മാറ്റം, കാലിന് ഒരു കാലുമേ മാറ്റം ഉണ്ടാകുന്നു, കാലിന് അപകടം പറ്റുന്നു. മഹമ്മൂദ് കോ ആജ് ജ്ഞാത് ഹുവാക്കി വഹ അച്ഛ ഡോക്ടർ ഹേ. അന്ന് മഹമ്മൂദിനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു, മനസ്സിലാക്കാൻ സാധിച്ചു, മഹമ്മൂദ് നല്ലൊരു ഡോക്ടറാണെന്ന് മഹമ്മൂദിനെ തിരിച്ചറിയാനായിട്ട് അറിയാനായിട്ട് സാധിച്ചു. ഉസ്കോ ഐസ മർഹം മിൽ ഗയാ ഹേ ജിസ്സേ വഹ് ടൂട്ടി ടാങ് കോ ആനൻ ഫാനൻ ജോഡ് സക്താ ഹേ. അങ്ങനെ മർഹം എന്ന് പറഞ്ഞാൽ മെഡിസിൻ അല്ലെങ്കിൽ ഓയിൻമെൻറ്റ്. അപ്പോൾ ഇവിടെ നല്ലൊരു ഡോക്ടറാണെന്നുള്ളത് മനസ്സിലായത് അന്നാന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഓയിൻമെൻറ്റ് മരുന്ന് കിട്ടി. ജിസ്സേ വഹ് ടൂട്ടി ടാങ് കോ ആനൻ ഫാനൻ ഫോഡ് സക്താ ഹേ ജോഡ് സക്താ ഹേ. ആനൻ ഫാൻ എന്ന് പറഞ്ഞാൽ അതിവേഗം, അതിശീഘ്ര, തുരന്ത്, പെട്ടെന്ന് എന്നുള്ള അർത്ഥം. അപ്പോൾ ആ പൊട്ടിയ കാലിന് ടൂട്ടി ടാങ്കോ, അപ്പോൾ ഒരു കാല് പൊട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ പൊട്ടിയ കാലിനെ വളരെ വേഗത്തിൽ ജോഡ് സക്താഹെ കൂട്ടിച്ചേർക്കുന്നു. കേവൽ ഗൂളർ ക ദൂ ചാഹിയെ. ഗൂളർ ക ദൂത്, ഗൂളർ എന്ന് പറഞ്ഞാൽ അത്തിപ്പഴത്തിനാണ് പറയുന്നത്. ഗൂളർ ക ദൂ ചാഹിയെ, അത്തിപ്പഴത്തിൻ്റെ പാല് മാത്രം, ആ നീര് മാത്രമാണ് വേണ്ടത്. ഗൂളർ ക ദൂതാത്താഹെ, അങ്ങനെ ഗൂളർ ക ദൂതാത്താഹെ, ആ അത്തിപ്പഴത്തിൻ്റെ നീര് വരുന്നു. टांग जोड़ दी जाती है लेकिन सिपाही को जोम ही गड़ा किया जाता है, टांग जवाब दे जाती है. അപ്പോൾ ആ പൊട്ടിയ കാല് കൂട്ടിച്ചേർക്കാനായിട്ട് നോക്കുന്നു, പക്ഷേ ആ കാല് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ജോം ഹി ഗഡാ കിയ ജാത്ത ഹേ, സിപ്പാഹി അങ്ങനെ തന്നെ ഇരിക്കുന്നു. ടാങ്ക് ജവാബ് ദേ ജാത്തി ഹേ, ആ കാലാണ് അവിടെ മറുപടി കൊടുക്കുന്നത്. ആ കാലിനെ കൂട്ടിച്ചേർക്കാൻ നോക്കുന്നത്, ഒടിഞ്ഞ കാലിനെ ശരിയാക്കാൻ നോക്കുന്നുണ്ട്. ലേക്കിൻ ശല്യക്രിയ असफल हुई तब उसकी दूसरी टांग भी तोड़ दी जाती है. ശല്യക്രിയ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ. അപ്പോൾ അവിടെ ഡോക്ടറായി മാറി അവിടെ എന്താണ് ഗൂളർക്ക ദൂത്, അതായത് അത്തിപ്പഴത്തിൻ്റെ നീര് കൊണ്ടുവരുന്നു, കാല് കൂട്ടിച്ചേർക്കാനായിട്ട് നോക്കുന്നു, പക്ഷേ അതെല്ലാം അവിടെ അസഫൽ ഹുയി, ഓപ്പറേഷൻ അസഫൽ ഹുയി, ശല്യക്രിയ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ അവിടെ വിജയിച്ചില്ല. ഉസ്കി ദൂസരി ടാങ്ക് ബി തോട് ദി ജാത്തി ഹേ, അവൻ്റെ രണ്ടാമത്തെ കാലം അവിടെ പൊട്ടിപ്പോകുന്നു. अब कम से कम एक जगह आराम से बैठ हो सकता है. ഇപ്പം നമ്മുടെ സിപ്പാഹി വളരെ റെസ്റ്റോട് കൂടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്, വളരെ ആശ്വാസത്തോടു കൂടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. എഴുന്നേൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. ഏക് ടാങ് സേ തോ എന്നാ ചൽ സക്താത്ത എന്നാ ബൈഠ് സക്താത്ത, ഒരു കാലമായിട്ട് നിൽക്കാനും പറ്റില്ല, നടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ ചേർന്നു. അപ്പോൾ സിപ്പാഹി സന്യാസി ഹോ ഗയാ ഹേ. അപ്പോൾ ഇളകാൻ പറ്റില്ല, സന്യാസിയുടെ അവസ്ഥയായി പോയി. ആരുടെ? നമ്മുടെ സിപ്പാഹിയുടെ. അപ്പനി ജഗ പർ ബൈട്ട ബൈട്ട പഹര ദേത്താ ഹേ, ആ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ അവിടെ കാവൽപ്പണി ചെയ്യുന്നത്. പഹര ദേത്താ ഹേ.
കബി കബി ദേവത ബി ബൻ ജാതാ ഹൈ, ചില സമയത്ത് അവിടെ ദേവനായിട്ട് മാറുന്നുണ്ട്. ഉസ്കെ സിർ കാ ജാലർദാർ സാഫ ഗുർജ് ദിയാ ഗയാ ഹേ, അപ്പോൾ അവിടെ തലപ്പാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ സിർക്ക ജാലർദാർ, ജാലർദാർ എന്ന് പറഞ്ഞാൽ ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തലപ്പാവാണ് അവിടെ. സാഫ എന്ന് പറഞ്ഞാൽ തലപ്പാവ്. ഒരു തൊപ്പി നമ്മൾ പറഞ്ഞാൽ ചുവപ്പ് നിറത്തിലുള്ള തൊപ്പി ഉണ്ടെന്ന് പറഞ്ഞു, പകടി എന്ന് പറഞ്ഞു നമ്മൾ. ആ തലപ്പാവ് തൊങ്ങലൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഫ്രില്ലൊക്കെ പിടിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഗുർച്ച് ദിയാ ഗയാ ഹേ, അതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉസ്ക ജിത്തന രൂപാന്തര ചാഹോ കർ സക്തേ ഹോ, ഇപ്പം ഇനി എന്ത് രൂപത്തേക്ക് വേണമെങ്കിൽ മാറ്റാനായിട്ട് സാധിക്കുന്ന പറയുന്നത്. കബി കബി തോ ഉസ്സേ ബാട്ട് കാ കാം ബി ലിയാ ജാതാ ഹേ, ചില സമയത്ത് റെസ്റ്റ് എടുക്കുന്ന ജോലിയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിൽ പറയുന്നത്. വക്കീലിൻ്റെയും പണി കഴിഞ്ഞു, ബിസ്തിയുടെയും പണി കഴിഞ്ഞു, സിപ്പാഹി ഏതാണ്ട് ലെവലായിട്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.